നമസ്കാരം ഡിയർ ഫാമിലി, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റ് ഡേ. അപ്പം നമ്മൾ 10 days സീരീസാണ് ചെയ്യുന്നത്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് വീഡിയോ വരുന്നത്. ഒരു വീഡിയോ 20 minutes ആണ്. വർക്കൗട്ട് ആൻഡ് ഡയറ്റ് ഇൻക്ലൂഡഡ് ആണ്. 20 minutes വീഡിയോ 2 റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത്. മോർണിംഗ് 1 റിപ്പീറ്റേഷൻ, ഈവനിങ് 1 റിപ്പീറ്റേഷൻ ചെയ്താലും അടിപൊളിയാണ്. അല്ല, നിങ്ങൾ പ്രോ ആണ്, കുറേ ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ട്, നല്ലപോലെ ഫ്ലെക്സിബിൾ ആയി ബോഡി, ഓൾമോസ്റ്റ് 1 മണിക്കൂർ മോർണിംഗ് 1 മണിക്കൂർ ഈവനിങ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് രാവിലെ 2 റിപ്പീറ്റേഷനും ഈവനിങ് 2 റിപ്പീറ്റേഷനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മുടെ ബോഡി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴെങ്കിലും വെയിറ്റ് കൂടിയിട്ട് അത് കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഈ 20 minutes അല്ലെങ്കിൽ 40 minutes വർക്കൗട്ട് ചെയ്താൽ മതിയാവില്ല. സോ ഞാൻ മോർണിംഗ് 40 minutes ആൻഡ് ഈവനിങ് 40 minutes ചെയ്യും, അല്ലെങ്കിൽ മോർണിംഗ് 1 hour ആൻഡ് ഈവനിങ് 1 hour വർക്കൗട്ട് ചെയ്യും. എൻ്റെ നോർമൽ ലൈഫിലും ഞാൻ മോർണിംഗ് 1 hour ഈവനിങ് 1 hour വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മുടെ ബോഡിയെ അറിയുക, അല്ലെങ്കിൽ നമ്മൾക്ക് ബോഡിക്ക് എങ്ങനെ വർക്കൗട്ട് കൊടുത്താലാണ് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ പറയുന്നത് ബിഗിനേഴ്സ് അല്ലെങ്കിൽ ആദ്യമായിട്ട് വെയിറ്റ് റിഡക്ഷൻ ട്രൈ ചെയ്യുന്നവർ, അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റിലൂടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ്സും ഇല്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ അവർ മോർണിംഗ് 1 റിപ്പീറ്റേഷൻ ഈവനിങ് 1 റിപ്പീറ്റേഷൻ ചെയ്താലും മതി. അല്ല, പ്രോ ആയിട്ടുള്ളവർ ഓൾറെഡി വർക്കൗട്ടൊക്കെ ചെയ്ത് കുറേ വെയിറ്റ് കുറച്ചവരാണെങ്കിൽ മോർണിംഗ് 2 റിപ്പീറ്റേഷൻ ഈവനിങ് 2 റിപ്പീറ്റേഷൻ തന്നെ ചെയ്യണം നിങ്ങൾക്ക് വെയിറ്റ് കുറയണമെങ്കിൽ. നമ്മളിവിടെ ഒരു സ്ട്രിക്റ്റ് ലൈഫ് സ്റ്റൈലിലോട്ട് സ്വിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, ഒട്ടും മൂവ്മെൻറ്റ് ഇല്ലാത്ത ബോഡി ആണെങ്കിൽ നമ്മൾ അതിനെ മൂവ് ചെയ്യിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് 10 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 കിലോ കുറച്ചെടുക്കാൻ സാധിക്കും. 5 കിലോ കുറഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ബോഡിയിൽ എങ്ങനെ വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നു അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ടാർഗറ്റിൽ എത്തുന്നത് വരെ. നമ്മുടെ ചാനൽ എന്നും ഇവിടെ ഉണ്ട്, നമുക്ക് വീഡിയോസും ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസ് ഉണ്ടാക്കാൻ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഞാനും ഇവിടെ ഉണ്ട്. ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വാച്ച് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചാനൽ ന്യൂ കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, കോമൺ ആയിട്ട് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു പിടി ക്വസ്റ്റ്യൻസ്. മോർണിംഗ് വർക്കൗട്ട് ചെയ്യുന്നതാണോ ഏറ്റവും കൂടുതൽ നല്ലത്? യെസ്, മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ആൻഡ് ഭക്ഷണം കഴിച്ച് 3.5 മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫാൻ ഓൺ ചെയ്തിടാം. വർക്കൗട്ട് ഇൻ ബിറ്റ്വീൻ വെള്ളം കുടിക്കാം. ആൻഡ് പീരിയഡ് സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. നിങ്ങൾക്ക് ബോഡിക്ക് വേദന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതെൻ്റെ ചോയ്സ് അല്ല. ഓക്കെ, ഇനി വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് വാമപ്പ് ചെയ്യണം. അപ്പോൾ വാമപ്പോട് കൂടി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഡയറ്റ് വീഡിയോയുടെ ലാസ്റ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാ ബോഡി പാർട്ടിലും മെഷർമെൻറ്റ് എഴുതി വെച്ചേക്കുക കേട്ടോ. ഒരു ബുക്കിൽ സൂക്ഷിച്ചേക്കുക. നമുക്ക് ഓരോ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ശരി, ഓക്കെ, സ്റ്റാർട്ട്. വാമപ്പ് ചെയ്യാൻ വേണ്ടി കാലുകൾ അകത്തി വെക്കുന്നത് ബാലൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോഴും കാലകത്തി വെച്ച് ചെയ്യുന്നത് ബാലൻസ് കിട്ടാനാണ്. മുഷ്ടി പിടിക്കുക. ഒരു സൈഡിലോട്ട് 3, 4, 5 റിപ്പീറ്റേഷൻ ആൻഡ് അനദർ സൈഡിലോട്ടും 1, 2, 3, 4, 5 റിപ്പീറ്റേഷൻ. കൈ ലോക്ക് ചെയ്യുക. ബാക്കിലോട്ട് നല്ലപോലെ ബെൻഡ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. എക്സെയിൽ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക. കൈ കുത്തി വെച്ചേക്കുക, റിലാക്സ് ചെയ്യുക. ദെൻ ബാക്കിലോട്ട് വന്ന് കൈ ഇതുപോലെ ഷോൾഡറിൽ വെച്ച് 1, 2, 3, 4, 5. തിരിച്ച് 1, 2, 3, 4, 5. ഓക്കെ, ദെൻ കൈകൾ ജസ്റ്റ് ബാക്കിലോട്ട് വെച്ചിട്ട് 1, 2, 3, 4, 5. 1, 2, 3, 4, 5. കാലുകൾക്ക് ആക്ഷൻ കൊടുക്കാം. 1, 2, 1, 2, 1, 2. ജമ്പ് ചെയ്യാം. കാലുകൾക്ക് വീണ്ടും മൂവ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി കൈകൾക്ക് 1, 2, 3 അങ്ങോട്ട്, 1, 2, 3 ഇങ്ങോട്ട്. തിരിച്ച് വെച്ചേക്കുക. ഈ കൈയിന് 1, 2, 3 അങ്ങോട്ട്, 1, 2, 3 ഇങ്ങോട്ട്. ദാറ്റ്സ് ഇറ്റ്. നെക്ക് റൊട്ടേഷൻ ചെയ്യുക. നെക്കിൻ്റെ 2 സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ്സ് ചെയ്യുക. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാമപ്പായിട്ട് ചെയ്യാം. വാമപ്പിൻ്റെ നമ്പർ കൂട്ടണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്ക് റൊട്ടേഷൻ 1, 2, 3. തിരിച്ചിങ്ങോട്ടും 1, 2, 3. സോ സ്ലോലി ചെയ്താൽ മതി. നെക്കൊക്കെ പെട്ടെന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കി പിടിക്കും. ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എക്സസൈസ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഓക്കെ, യെസ്.
ആദ്യത്തെ എക്സസൈസ് സെറ്റ് വളരെ സിമ്പിളാണ്, 10 മിനിറ്റ്. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ഫ്രണ്ടിലോട്ട് മാത്രം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 4 3 2 1. റിലാക്സ്. ഇത് മേലോട്ട് പിടിച്ചിട്ട് കൈകൾ ഫ്രണ്ടിലോട്ടായിരുന്നു. ഇനി താഴോട്ട് പിടിച്ചിട്ട് കൈകൾ ബാക്കിലോട്ടാണ്. അപ്പോൾ അതിന് മുഷ്ടി പിടിക്കുക, ഇങ്ങനെ കൂട്ടി പിടിക്കുക കൈകൾ. എന്നിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് മാത്രം, അവിടെ നിന്ന് ബാക്കിലോട്ട്. 1 2 3, ഫ്രണ്ടിലോട്ട് വരണ്ട. ഓക്കെ, 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26, come on, 27, concentrate, 28 29 30 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. അടുത്തത് കൈകൊണ്ടുള്ള എക്സസൈസ്. ജസ്റ്റ് ഇങ്ങനെ മുഷ്ടി തന്നെ പിടിച്ചേക്കുക, മേലോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1. വാവ്. ഈ ഒരു എക്സസൈസ് സെറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ കോൺഫിഡൻസ് ഇങ്ങനെ നിറഞ്ഞു വരും. ദിവസേന ഒരിച്ചിരി നേരം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് എന്തായിരിക്കും? സോ വൈ യുർ നോട്ട് ഡൂയിങ് ദാറ്റ്? എന്താ ചെയ്യാത്തേ? ഓക്കെ, അടുത്ത സെറ്റിലോട്ട് കിടക്കാം. ഫുൾ അപ്പർ ബോഡി വർക്കൗട്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ടെന്നേ. അടുത്ത വർക്കൗട്ട് നോക്കിയേ. ജസ്റ്റ് കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഒരു സർക്കിൾ എടുത്തിട്ട് കാലിൻ്റെ അവിടെ. 1, വീണ്ടും 2, 25 റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. 3, സർക്കിൾ എടുക്കണേ. 4 5 6 7, കോൺസെൻട്രേറ്റ്, എങ്കിൽ മാത്രമേ സർക്കിൾ വരുള്ളൂ. 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3
4, 5. വാവ്. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണം എന്നുള്ളവർ ഇത് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. യെസ്. അടുത്ത എക്സസൈസ് ചെയ്യാൻ വേണ്ടി കാലുകൾ കുറച്ച് അകത്തി വെച്ചേക്കുക. എന്നിട്ട് ഒരു കാലിൻ്റെ സൈഡിൽ 2 കൈപ്പത്തിയും പതിപ്പിക്കണം. ഇറ്റ്സ് നോട്ട് സിമ്പിൾ, ഓഫ് കോഴ്സ് നോട്ട് സിമ്പിൾ, ബട്ട് വി ഹാവ് ടു. നമ്മൾ ചെയ്തേക്കണം. ഓക്കെ, പറ്റുന്നത് പോലെ ചെയ്യൂ. ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുക, കൈകൾ അവിടെ പതിപ്പിച്ചേക്കുക. അങ്ങനെ നിന്നിട്ട് 2 സെക്കൻഡ് നിന്നതിന് ശേഷം മൂവ് ചെയ്താൽ മതി. ഓക്കെ, 1, 2, 3, സ്ട്രെച്ചിങ്, ഫ്ലെക്സിബിലിറ്റി, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 21, 22, 23, മെല്ലെ ചെയ്താൽ മതി. 24, 25. വാവ്, 25 കംപ്ലീറ്റ് ചെയ്തു. 26, 27, 28, 29, 30, സൂപ്പർ. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെൽ ഡൺ. ഇത് എൻ്റെ ഒപ്പം കറക്റ്റ് റിപ്പീറ്റേഷൻ ചെയ്തെങ്കിൽ സൂപ്പർ. യു ആർ സോ സൂപ്പർ. നമ്മളെപ്പറ്റി നമുക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ്, നമ്മളൊരു വാവ് ഫീൽ ഉണ്ടായിരിക്കണം എപ്പോഴും. ഓക്കെ, അതല്ലാണ്ട് എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാനൊന്നിനും പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വർക്കൗട്ടിലോട്ട് വന്നേക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത വർക്കൗട്ടിലോട്ട് എടുക്കാം. അതിന് കാലുകൾ ഇതുപോലെ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുക. കണ്ടോ, ഇതേപോലെ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആക്ച്വലി ചെയ്യേണ്ടത്. ആ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, come on, 12, 13, നിർത്തി ചെയ്താലും മതി. 14, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിർത്തിയിട്ട് വീണ്ടും ചെയ്യാം കേട്ടോ. 15, 16, 17, കോൺസെൻട്രേറ്റ്, 18, 19, 20, well done. 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13,
14, 15, 16, 17, 18, 19, 20. യെസ്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എൻഗേജ്ഡ് ആവുന്നത് നമ്മുടെ കാഫ് മസിൽസ് ആണ്. കാഫ് മസിൽസ് ആർ കോൾഡ് ദ സെക്കൻഡ് ഹാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. സോ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസ് എസ്പെഷ്യലി ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ ഒരു എക്സസൈസ് സൂപ്പർബാണ്. ഹൈ BP ഉള്ളവർ ഈ ഒരു എക്സസൈസ് ട്രൈ ചെയ്യണ്ട. നോ. ഓക്കെ. അടുത്ത എക്സസൈസ് ചെയ്യാം. സിമ്പിളായിട്ട് കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക. എന്നിട്ട് ആ രണ്ട് കാലും ഒരേപോലെ കൂട്ടിപ്പിടിച്ചേക്കുക. കൈകൾ ജസ്റ്റ് അതിൻ്റെ മീത് അങ്ങനെ ടച്ച് ചെയ്തിട്ട് ദെൻ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, simple one, 18, 19, 20, 21, 22, 23, 24, 25, തല ഉയർത്തി പിടിച്ചേക്കണം, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ആൻഡ് റിലാക്സ്. ഒരു കാല് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് പിടിച്ചേക്കുക, ഇതുപോലെ ഉയർത്തിയിട്ട് നല്ല കൂട്ടി പിടിച്ചേക്കുക. എന്നിട്ട് അടുത്ത കാലിന് മാത്രം ആക്ഷൻ കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ്. ഈ കാല് ടൈറ്റായിട്ട് ചേർത്ത് പിടിച്ചേക്കുക. ദെൻ ആ കാലിന് മാത്രം ആക്ഷൻ കൊടുക്കുക. സ്ലോലി ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Wow. 21, 22, 23, 24, 25. റിലാക്സ്. ഒരു കിടിലൻ ഡിഫറെൻറ്റ് വർക്കൗട്ട് ആയിരുന്നില്ലേ? യെസ്. അടുത്ത വർക്കൗട്ട് കാലുകൾ ജസ്റ്റ് ഉയർത്തിപ്പിടിച്ചേക്കുക, ബാലൻസ് ചെയ്ത് ഉയർത്തിപ്പിടിച്ചേക്കുക. എന്നിട്ട് കൈകൾ കൂട്ടി കെട്ടിപ്പിടിക്കുക ഇതേപോലെ. ഓക്കെ. ദെൻ ഗിവ് ആക്ഷൻ അപ്പർ ബോഡിക്ക്, അപ്പർ ബെല്ലിക്ക്. യെസ്. സ്ലോലി ചെയ്താൽ മതി, സ്പീഡ് വേണ്ട. എൻ്റെ സ്പീഡ് പറ്റില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ദെൻ ഡു ഇറ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, come on, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11,
12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത അപ്പർ ബെല്ലിക്കുള്ള വർക്കൗട്ടാണ്. വളരെ സിമ്പിൾ വർക്കൗട്ടാണ്. നമ്മൾ മുൻപ് എത്രയോ തവണ ചെയ്തിട്ടുള്ളതാണ്. കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ച് വയ്ക്കുക. ഫ്രണ്ടിലോട്ട് ആക്ഷൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അടുത്തത് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് ബോണിന് ഒരു സപ്പോർട്ട് കൊടുത്തേക്കുക. അതായത് കൈകൾ നീട്ടി വെച്ച് ബട്ടൻ്റെ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൈകൾ കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ കാലുകൾക്കാണ് നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇതേപോലെ ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, അധികം ഉയർത്തണ്ട, പറ്റുന്നത് പോലെ ചെയ്താൽ മതി. 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. സോ നമ്മളിനി അടുത്തത് ചെയ്യുന്നത് സ്ട്രെച്ചിങ് ആണ്. ഇത് ചെയ്യാതെ ഒരിക്കലും വർക്കൗട്ട് അവസാനിപ്പിക്കരുത്. കാലുകൾ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കൂ ഒരു 10 സെക്കൻഡ്സ്. ഓക്കെ, അതിനുശേഷം ഒരു കാല് മാത്രം നീട്ടിപ്പിടിച്ച് ഒരു കാല് ടൈറ്റായിട്ട് പിടിച്ച് വീണ്ടും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കൂ 10 സെക്കൻഡ്സ്. ദെൻ അടുത്ത കാല് ടൈറ്റായിട്ട് പിടിച്ചിട്ട് അടുത്ത കാല് നീട്ടിപ്പിടിച്ചിട്ട് വീണ്ടും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കൂ 10 സെക്കൻഡ്സ്. ദെൻ രണ്ട് കാലുകളും ചേർത്ത് പിടിച്ചിട്ട് സർക്കിൾ ചെയ്യൂ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കൂ. 1, 2, 3, 4 and 5. ഈ സൈഡിലോട്ട് കുറച്ചധികം ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ചുകൂടി ലൈക്ക് ബാക്ക് ബോൺ കുറച്ചുകൂടി ഹാപ്പി ആവും, അത്രയേ ഉള്ളൂ. ഓക്കെ, ദിസ് സൈഡ് ഓൾസോ 1, 2, 3, 4 and 5. ഓക്കെ, ദെൻ കാലുകൾ നല്ലോണം നീട്ടി വെച്ചിട്ട് ശവാസനത്തിൽ കാലുകളും കൈകളും നീട്ടി വെച്ച് ശവാസനത്തിൽ കിടന്ന് റെസ്റ്റ് എടുക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് സ്ലോലി ചെയ്തുകൊണ്ടിരിക്കുക. നല്ല തോട്ട്സ് മാത്രം മൈൻഡിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും, ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എന്താവും, ഇതിൻ്റെ എങ്ങനെയാണല്ലോ കിടക്കുന്നത്, അയ്യോ അതങ്ങനെ കഷ്ടത്തിലാണല്ലോ, തുടങ്ങിയ കാര്യങ്ങളല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള തോട്ട്സ് മാത്രം എൻ്റർടൈൻ ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. വർക്കൗട്ട് വീഡിയോ അവസാനിച്ചു. ഇത് മാക്സിമം ഷെയറും സപ്പോർട്ടും ചെയ്യുക കേട്ടോ. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ വേണം, ഇനിയും സീരീസ് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളൂ. ഇത് എത്ര ഷെയർ ചെയ്യുന്നു അത്രത്തോളം അതിന് റീച്ച് കിട്ടുന്നു, അത്രത്തോളം അടുത്ത കണ്ടൻറ്റുമായിട്ട് ഡെഫിനറ്റായിട്ടും ഞാൻ വരും, എവിടെയും പോയില്ല. അപ്പം ഇനി ഡയറ്റല്ലേ പറയേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് റാഗി സൂപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഓട്സ് സൂപ്പ് എടുക്കുക. നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കുക. 8 ബദാം, 10 പീനട്ട്, 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡ്സ്, 1 ടീസ്പൂൺ പംകിൻ സീഡ്സ്, ഹാഫ് ആപ്പിൾ. ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. റാഗി സൂപ്പ്, ഓട്സ് റാഗി സൂപ്പൊക്കെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ലഞ്ച് ആട്ടദോശ,
ഉണ്ടാക്കാൻ അറിയാം. പ്രോട്ടീൻ ദോശ റെസിപ്പി ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചിക്കൻ ഓർ ഫിഷ് കറി അതിൻ്റെ കൂടെ എടുക്കാം. വെജ് കറി എടുത്താലും കുഴപ്പമില്ല. ഗ്രീൻ വെജിറ്റബിൾ ബോയിൽഡ് സൈഡ് ഡിഷ് എന്തെങ്കിലും, എന്ത് പയർ തോരൻ, അമരത്തോരൻ, എന്താണെങ്കിലും അത്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ തോരൻ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇൻ ബിറ്റ്വീൻ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ മറക്കരുത്. 2.5 to 3 ലിറ്റർ വരെ വെള്ളമാണ് ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ടത്. ഓക്കെ. ഡിന്നറായിട്ട് 1 ചപ്പാത്തിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ബേസൻ ചീല, അത് കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന ചീല, അത് പ്രോട്ടീൻ റിച്ച് ആണ്. അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ദാൽ എടുക്കാം, സാലഡ് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങളാണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1000 കാലറിയിൽ ഓൾമോസ്റ്റ് ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് ഡയറ്റ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു ഫോളോ ഇറ്റ് സ്ട്രിക്ട്ലി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ചായയോ കോഫിയോ കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് കോഫി എന്താണെങ്കിലും 2 എണ്ണം ഒരു ദിവസം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ വീഡിയോ ഉണ്ടായിരിക്കില്ല, ഓഫ് കോഴ്സ്. മറ്റന്നാൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ 2 ദിവസം ഫോളോ ചെയ്യുക, 2 തവണ ഒരു ദിവസം ചെയ്യുക. താങ്ക് യു. ലവ് യു.